ഹലോ സർ ചെയ്തിരുന്നു. ഓക്കെ, കുറെ കാര്യങ്ങൾ മനസ്സിലായോ? മനസ്സിലായി. കസ്റ്റം ലിസ്റ്റ് ഒക്കെ ആ ഗുഡ്. ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യൂസേജ് ആണ്, അല്ലെങ്കിൽ ടൂളാണ്, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ആണ് വി ലുക്കപ്പ് എന്ന് പറയും. വി ലുക്കപ്പ് എല്ലാവരും ശ്രദ്ധിക്കുക. അതായത് നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഒരു സപ്പോസ് ഒരു 50,000 ഡേറ്റ ഉണ്ട്. ആ 50,000 ഡേറ്റയിലെ കുറച്ച് ഡേറ്റകളെ കുറിച്ചിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ അറിയണം. ഇതാണ് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ആ സ്റ്റുഡന്റ് ഐ ഡി ഉണ്ടല്ലോ, മനാസ എച്ചിന്റെ താഴെ കൊണ്ടുപോയി മൗസ് ക്ലിക്ക് ചെയ്ത് എച്ചിന്റെ താഴെ, അതിന് താഴെ, വെരി ഗുഡ്, അവിടെ അതിന് ഒന്നുകൂടി താഴെ, അവിടെ ടൈപ്പ് ചെയ്യുക. സ്റ്റുഡന്റ് ഐ ഡി ആണ് MCA-12 ടൈപ്പ് ചെയ്യുക, -12. ഇനി അതിന്റെ താഴെ BBA-13, അതാണ് സ്റ്റുഡന്റ് ഐ ഡി. നമുക്ക് ഈ രണ്ട് പേരുടെയും ഈ രണ്ട് ഐ ഡിയുടെയും പേരുകൾ അറിയണം എന്ന് വിചാരിക്കാം. ഇപ്പൊ നമുക്ക് പേരറിയില്ല, ഐ ഡി അറിയാം. അപ്പൊ നമ്മുടെ അടുത്ത് നിങ്ങളുടെ അടുത്തൊരു 50,000 കുട്ടികളുടെ ഡേറ്റ ഉണ്ടാവും. അപ്പൊ ചിലപ്പോൾ കോളേജിലെ മാനേജ്മെന്റോ പ്രിൻസിപ്പാൾ പറയും, ഈ 5 ഐ ഡിയിലെ കുട്ടികളുടെ കോഴ്സ് ഏതാ, പാരന്റിന്റെ നെയിം ഏതാന്നൊക്കെ കണ്ടുപിടിക്കാൻ പറയും. നിങ്ങൾ എന്ത് ചെയ്യും? അതിനാണ് വി ലുക്കപ്പ് ഫോർമുലയൊക്കെ ഉപയോഗിക്കുന്നത്. ക്ലിയർ? വളരെ സിമ്പിൾ ആണ്. അപ്പൊ നിങ്ങൾ ആ ഐ ഉണ്ടല്ലോ, ഐയുടെ അവിടെ ക്ലിക്ക് ചെയ്യുക. MCA-12 നേരെയുള്ള താഴെ, അതിന്റെ തൊട്ടപ്പുറത്ത് MCA-12 കഴിഞ്ഞിട്ട് അപ്പുറത്ത് മുകളില് അവിടെ അതെ ഈക്വൽ അടിക്കുക. ഈക്വൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഈക്വൽ, എന്നിട്ട് വി ലുക്കപ്പ് സ്പേസ് വേണം സർ. വേണ്ട, ഇതുപോലെ തന്നെ ഇങ്ങനെയാണ് ഫോർമുല അടിക്കുന്നത്. വി ലുക്കപ്പ്. എന്നിട്ട് കണ്ട ലുക്കപ്പ് വാല്യൂ. ഓക്കെ, നമുക്ക് ഏതിന്റെ വാല്യൂ ആണ് അറിയണ്ടേ? MCA-12 വാല്യൂ ആണ്. അതാണ് ഐ ഡി അല്ല, അതിപ്പോ ക്ലിക്ക് ചെയ്യുക. അപ്പൊ അത് സെലക്ട് ആവും. MCA-12 അവിടെയല്ല, ആ വി ലുക്കപ്പിന് തൊട്ട് മുന്നുള്ള അവിടെ, അതിന്റെ വാല്യൂ ആണ് അറിയണ്ടേ. ക്ലിയർ ആയോ? ഇനി കോമേഡ, ആ H2 കഴിഞ്ഞിട്ട് കോമേഡ. ഇനി ടേബിൾ അരേ, അതായത് നമ്മുടെ ഈ നെയിം ഇരിക്കുന്നത് ആദ്യം തന്നെ സ്റ്റുഡന്റ് ഐ ഡിയുടെ എ ഉണ്ടല്ലോ, എയുടെ അവിടെ ക്ലിക്ക് ചെയ്യുക. ലെഫ്റ്റിലേക്ക് പോട്ടെ, എയുടെ അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഒന്നും കൂടി ഇങ്ങനെ റൈറ്റിലേക്ക് ഡ്രാഗ് ചെയ്യുക, ബി വരെ മതി. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ എവിടെ ഐ ഡി തൊട്ട് നമ്മുടെ നെയിം ഏത് ശ്രദ്ധിക്കട്ടെ, വേറെ ക്ലിക്ക് ചെയ്യില്ല. നമ്മുടെ നെയിം നിൽക്കുന്നത് രണ്ടാമത്തെ കോളത്തിലാണ്. അപ്പൊ അവിടം വരെ അതിനെ സെലക്ട് ചെയ്യണു. സപ്പോസ് നമ്മുടെ നെയിം ഇരിക്കുന്ന മൂന്നാമത്തെ കോളത്തിലാണെങ്കിൽ മൂന്നാമത് വരെ എന്ത് ചെയ്യണം? അതിനെ സെലക്ട് ചെയ്യണം. അത്ര ക്ലിയർ ആയല്ലോ? കോമേഡ. ഇനി കോളം ഇൻഡെക്സ് നമ്പർ, ഈ നെയിം ഇരിക്കുന്നത് എത്രാമത്തെ കോളത്തിലാ? ശരിക്കും രണ്ടാമത്തെ കോളത്തിലാ. അപ്പൊ രണ്ടും ഇടാം, കോമേഡ. ഇനി നമുക്ക് വേണ്ടത് അപ്രോക്സിമേറ്റ് മാച്ച് ആണ്, എക്സാക്ട് മാച്ച്. അപ്പൊ ഫോൾസ് സെലക്ട് ചെയ്യാം. നമുക്ക് എക്സാക്ട് മാച്ച് വേണ്ടേ? ഡബിൾ ക്ലിക്ക് ചെയ്യും. ഇനി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം, എൻ്റർ അടിക്കുക. കണ്ടോ? MCA-12 എന്താണ്? മനാസ് എന്ന് വന്നോ? ഇനി ആ മനാസിന്റെ അവിടെ ക്ലിക്ക് ചെയ്തേ, മനാസ്മ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ എഡ്ജിലുണ്ട്, എഡ്ജിലൊരു ഇതില്ല, നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്തേ. മതിയല്ല, അവിടെ വരാം, BBA-3 വരെ. കണ്ടോ? അടുത്ത വരും BBA-13. പേരെത്ര? ലെഫ്റ്റിൽ നോക്കിയ BBA-13 എന്താ? ലെഫ്റ്റിൽ നോക്ക്, ആ കോളത്തിലേക്ക് വാ. എന്നിട്ട് ആളുടെ പേര് അതിവിടെ വന്നു. ആർക്കെങ്കിലും മനസ്സിലായോ? വി ലുക്കപ്പ് മനസ്സിലായി സർ. ആർക്കെങ്കിലും പിടുത്തം കിട്ടിയോ? ഇല്ല.
ഓക്കെ, ഇനി നിങ്ങൾ ആ BBA 13 താഴെ BCA 28 ടൈപ്പ് ചെയ്തേ. -28. ഇനി ആ ജിൻഷയുടെ അവിടെ ക്ലിക്ക് ചെയ്ത് താഴേക്ക് ചെയ്തേ. ജിൻഷയുടെ അവിടെ ക്ലിക്ക് ചെയ്യും. ജിൻഷയുടെ അവിടെ ആ ഫോർമുലമ ക്ലിക്ക് ചെയ്ത് താഴേക്ക് വിളിക്കുമ്പോൾ കിട്ടുള്ളൂ. ഒറ്റത് കണ്ട ആ ഫോർമുലയും കൂടി നമ്മൾക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ റിസൾട്ട് ഓട്ടോമാറ്റിക്കലി വരും. മനസ്സിലായോ? ഇതാണ് വി ലുക്കപ്പ് എന്ന് പറയാ. ഇനി നമുക്ക് അതിന്റെ കോഴ്സ് ആണ് അറിയേണ്ടതെന്ന് വിചാരിക്കാം. ആ സ്റ്റുഡന്റിന് അഗൈൻസ്റ്റ് ഉള്ള കോഴ്സ്. ഓക്കെ, അപ്പൊ അതിനെന്ത് ചെയ്യണം? നിങ്ങൾ ആ മനാസ്മ ക്ലിക്ക് ചെയ്ത് MCA 12 അവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ഫോർമുല കണ്ടോ? അല്ല, മുകളിൽ ഫോർമുല ബാർ കണ്ടോ? ഫോർമുല ബാർ വി ലുക്കപ്പ്. അതാണ് ഫോർമുല ബാർ. അവിടെ നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ A കോളം A to B ആണ് ഇട്ടേക്കണം അല്ലെ? നമുക്ക് വേണ്ടത് കോഴ്സ് ഇരിക്കുന്നത് എവിടെ? ശരിക്കും സിയിലാണ്. അപ്പൊ A to C ആക്കാം, B മാറ്റിയിട്ട് C ആക്കാം. ഇനി മൂന്നാമത്തെ കോളാണ്, അപ്പൊ രണ്ടെന്ന് മാറ്റിയിട്ട് എന്താക്കാം? 3 ആക്കാം. അത് മാറിയില്ല. ഇനി രണ്ടെന്ന് മാറ്റി 3 ആക്കാം. അതിനൊന്നും ക്ലിക്ക് ചെയ്യണ്ട മോനെ. നീ രണ്ടെന്ന് ക്ലിക്ക്, രണ്ടിന്റെ അവിടെ ക്ലിക്ക് ചെയ്യാം. അടുത്ത് രണ്ടിന്റെ അവിടെ അത് മാറ്റി 3 ആക്കാം. ഇനി ആ ഫോൾസിനോട് ക്ലിക്ക് ചെയ്തിട്ട് എൻ്റർ അടിക്കുക. ലാസ്റ്റ് അവിടെ ഒന്നും അല്ല, ആ ഫോർമുലയുടെ എൻഡിൽ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എൻ്റർ അടിക്കുക. ക്ലിയർ ആയോ? ആ BBA അവിടെ ക്ലിക്ക് ചെയ്തേ. കണ്ടോ? ഇനി അത് താഴേക്ക് ഒന്നും കൂടി സ്ക്രോൾ ചെയ്തേ. അപ്പൊ അനസ് എന്നുള്ള പേര് മാറും, കോഴ്സ് ആവും. കണ്ടോ? ക്ലിയർ ചെയ്യാം. ഇനി ആ BBA ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്ത് BBAയുടെ ഉള്ളിൽ ക്ലിക്ക് ചെയ്യുക, Ctrl+C, എന്നിട്ട് മനാസിന്റെ അവിടെ പേസ്റ്റ് ചെയ്ത് മുകളിൽ തൊട്ട് മുകളിൽ Ctrl+V. കണ്ട? ഇപ്പൊ ഞാൻ ചെയ്തത് ആർക്കെങ്കിലും മനസ്സിലായോ? മനസ്സിലായി സർ. ഇൻട്രസ്റ്റിംഗ്. ഇതിനെ പറയുന്നതാണ് എന്ത്? വി ലുക്കപ്പ്. വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ് കേട്ടോ. ഞാൻ ഇന്ന് കുറെ കാര്യങ്ങൾ എടുക്കും, നിങ്ങളത് ചെയ്തിട്ട് വരണം. നാളെ ഞാൻ ഇതിന്റെ ഒരു ഫൈനൽ എടുത്തിട്ട് കുറെ ഇത് ചെയ്യും. അപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞിട്ടുള്ള ക്ലാസ് എന്ന് പറയുന്നത് പവർ ബിയുടെ ഇതിന്റെ കുറച്ചൊരു അഡ്വാൻസ് ആണ് പവർ ബി. അത്രേ ഉള്ളൂ. പവർ ബി വേറൊരു യൂസ് ആണ്. നിങ്ങൾക്ക് അടുത്ത 3 ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും പവർ ബിയും കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ തന്നെ കുറെ ഡേറ്റകൾ എടുത്തും കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പൊ മനസ്സിലാക്കി ഞാൻ വിചാരിക്കണം. എന്താണ് വി ലുക്കപ്പ്, എന്താണ് ഡേറ്റ, അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി ഞാൻ വിചാരിക്കുന്നു. കുറെ കാര്യങ്ങൾ. അപ്പൊ നാളെ ഞാൻ കുറച്ചും കൂടി ഫോർമുലയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യം കൂടി ഞാൻ പറയും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഫോർമുലയെ കുറിച്ച് നമ്മൾ അധികം എടുത്തിട്ടില്ല. അപ്പൊ നാളെ കുറച്ച് ഫോർമുലയെ കുറിച്ച് എടുക്കുന്നുണ്ട്, കുറച്ച് കാര്യങ്ങൾ കേട്ടോ. ഇനി അവിടെ ഷീറ്റ് 1 നിങ്ങൾ ചെയ്തു. ഇനി ആ ഷീറ്റ്, പുതിയൊരു ഷീറ്റ് ഉണ്ടാക്കി. പുതിയ ഷീറ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ചെയ്യാൻ പോണത് അവിടെ എഴുതിക്കോ സീരിയൽ നമ്പർ. അതിൻ്റെ അപ്പുറം സീരിയൽ നമ്പർ അപ്പുറം എഴുതാം കോഴ്സസ്. ഓക്കെ, ഇനി ആ കോഴ്സസിന് താഴെ എഴുതിക്കോ BBA, BCA, കുറച്ച് കോഴ്സസ് എഴുതാം. MCA. ഇനി ആ സീരിയൽ നമ്പർ താഴെ 1 എഴുതി 1. ഇനി അവിടെ നമ്മുടെ സ്ക്രീനിൽ ഹോമില് ഇവിടെ ഒരു ഫില്ല് എന്ന് പറഞ്ഞ ഓപ്ഷൻ, ഇൻസെർട്ടുമ്പോൾ ക്ലിക്ക് ചെയ്ത് ഇൻസെർട്ടിലല്ല, ഹോമിൽ തന്നെ ക്ലിക്ക് ചെയ്ത് ആ സീരിയൽ നമ്പർ അവിടെ ഒന്ന് സെലക്ട് ചെയ്ത്
മുകളില് എയുടെ അവിടെ സെലക്ട് ചെയ്ത് ആ സെലക്ട് ചെയ്തിട്ട് അവിടെ ഒരു ഫിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ, ടോപ്പ് റൈറ്റിൽ കാണാം ഫിൽ. റൈറ്റിലേക്ക് പോട്ടെ. ആ അതിന്റെ അവിടെ തൊട്ടടുത്ത് അതിന്റെ ഇപ്പുറം കണ്ട ഓട്ടോ സം ഫിൽ ക്ലിയർ, അവിടെ ക്ലിക്ക് ചെയ്യാ. ഫില്ലടിച്ച് സർ ഡൗൺ ആണ് അപ്പ് ആണ്? ഡൗൺ കൊടുത്ത്. ഡൗൺ. അതല്ല ഫിൽ. ഒന്നും കൂടി ആ ഫില്ലിന്റെ അവിടെ ക്ലിക്ക് ചെയ്ത് അത് കൺട്രോൾസിൽ അടിക്കും. ഒന്നും കൂടി ഫില്ലിന്റെ അവിടെ ക്ലിക്ക് ചെയ്ത് അവിടെ തന്നെ അവിടെ ക്ലിക്ക് ചെയ്ത് സീരിയസ് ക്ലിക്ക് ചെയ്ത് റോസ് ലീനിയർ സ്റ്റെപ്പ് വാല്യൂ സ്റ്റെപ്പ് വാല്യൂ 1, സ്റ്റോപ്പ് വാല്യൂ 5 കൊടുക്കും. ഓക്കെ അടിച്ച് ഒന്നും കൂടെ 1 to 5 സെലക്ട് ചെയ്ത് സ്റ്റെപ്പ് ഇവിടുന്ന് സെലക്ട് ചെയ്ത് സാധാരണ അവിടെ വരുന്നുണ്ട് എൻ്റെ അത് കൊടുത്ത് അതല്ല സീരിയൽ നമ്പർ താഴെ 1 ക്ലിക്ക് ചെയ്ത് സീരിയൽ നമ്പർ താഴെ 1 അതൊന്ന് സെലക്ട് ചെയ്ത് അതിന് താഴെ 1 തൊട്ട് 5 വരെ എടുക്കും. സെലക്ട് ചെയ്ത് അങ്ങനെ സെലക്ട് ചെയ്യാതെ സെലക്ട് ചെയ്താൽ മതി. എന്നിട്ട് ആ ഫില്ലെടുത്ത് ഇനി സീരിയസ് എടുത്ത് ഫ്ലാഷ് ഇനി എടുത്ത് സ്റ്റെപ്പ് വാല്യൂ 1 ഓക്കെ അടിച്ച് ഓക്കെ കണ്ട അവിടെ ഓട്ടോമാറ്റിക്കലി ആ വാല്യൂ ഫിൽ. അതിൽ വേറൊരു സാധനം കൂടി എനിക്ക് നിങ്ങളുടെ സ്ക്രീൻ എൻ്റെ ഇത് കിട്ടണില്ല എനിക്ക്. ഞാൻ എന്താ ചെയ്യാം, എൻ്റെ ഈ എക്സല് ഇതായി കാണും, മൈക്രോസോഫ്റ്റിൽ എക്സൽ കിട്ടണില്ല. ഒറ്റ സെക്കൻഡ് നോക്കട്ടെ പോകുന്നുണ്ടോ. എൻ്റെ പല ഫീച്ചറുകളും ഡിസേബിൾ ആണ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ അത് ഓട്ടോമാറ്റിക്കലി ഫില്ല് ചെയ്യാം. അതാണ് ഞാൻ ബേസിക്കലി ഉദ്ദേശിച്ചിട്ട്, ഓട്ടോമാറ്റിക്കലി ഫില്ല് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾ വേറൊരു പുതിയൊരു ഷീറ്റ് എടുത്തേ. പുതിയ ഷീറ്റ് എടുത്തിട്ട് അവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക കോഴ്സസ്. അതിന്റെ താഴെ ടൈപ്പ് ചെയ്തോളൂ BBA. ഒരു 5-8 കോഴ്സ് ടൈപ്പ് ചെയ്യുക. 5-8 കോഴ്സ് ടൈപ്പ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് കോഴ്സസ് കഴിഞ്ഞിട്ട് ഏതാ സ്റ്റുഡൻസ് ഓരോന്നിനും എത്ര സ്റ്റുഡൻസ് എഴുതാം, 40, 50, 60 എന്നൊക്കെ എഴുതാം. 40, 50 താഴെ. ഓക്കെ, ഇനി നമ്മളിപ്പോ ഇത്ര ഒരു ഡീറ്റെയിൽ ഉണ്ടാക്കി. നമുക്ക് ഇതിന്റെ ചാർട്ട് അറിയണം, അല്ലെങ്കിൽ ഇതിന്റെ ടേബിൾ അറിയണമെങ്കിൽ നിങ്ങൾ ഇൻസെർട്ട് ക്ലിക്ക് ചെയ്ത് ഏറ്റവും മുകളിൽ ഇൻസെർട്ട് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ പൈ ചാർട്ടിലൊക്കെ കണ്ട ചാർട്ട് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കണ്ടോ, ഒരു ഗ്രൂപ്പ് കണ്ട ചാർട്ട്. കുറച്ചുകൂടി റൈറ്റ് പോട്ടെ, കുറച്ചുകൂടി ആദ്യമേ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് വൺ എടുക്കുക. കോളം ചാർട്ട് അതെടുത്ത് കണ്ടോ. 2D ആണോ 3D? 2D മതി. കണ്ടോ, നിങ്ങൾ ചെയ്തിരിക്കുന്ന ചാർട്ട് അപ്പൊ തന്നെ അവിടെ വന്നു കഴിഞ്ഞു. നിങ്ങൾക്ക് മുകളിൽ പല കളറുകൾ മാറ്റാം, പല ഡിസൈൻ ചാർട്ട് സ്റ്റൈൽ ഉണ്ട്. ക്ലിയർ ആയോ? അവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇപ്പൊ അതിൽ നോക്കുമ്പോൾ അറിയാം ഏറ്റവും കൂടുതൽ ഏതിനാണ് സ്റ്റുഡൻസ്, BBM. ശരിയാണോ? നിങ്ങൾക്ക് ആ എക്സൽ നോക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ ഈ ചാർട്ടിൽ നോക്കിയാൽ മനസ്സിലാവും. ആർക്കെങ്കിലും മനസ്സിലായോ? ഇല്ല. മനസ്സിലായി. ക്ലിയർ ആയല്ലോ? അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫോർമേഷൻ ഇതേപോലെ ഉണ്ടോ, അത് ഇതുപോലെ ചാർട്ടിലേക്ക് അപ്പൊ തന്നെ ആക്കാം. ഓക്കെ, ഇനി വീണ്ടും വേറെ ചാർട്ട് എടുത്ത് വെരി ഗുഡ്, ഒക്കെ പഠിക്കും. അല്ല അത് അടുത്തത് എടുക്കും, വേറെ അതിന്റെ അപ്പുറമായിട്ട് അടുത്തത് അത് മാറ്റാം. പുറത്ത് ക്ലിക്ക് പുറത്ത് അതെടുത്ത് അതല്ല, അത് തന്നെയാണല്ലോ ഇപ്പൊ എടുത്തേക്കണേ.
അതല്ല പുറത്ത് ക്ലിക്ക് ചെയ്യും. ഇവിടെയാണ്. അവിടെ വേറെ ചാർട്ട് ഉണ്ട്, അതിന്റെ അടുത്ത് തന്നെ വേറെ ഉണ്ട്. മുകളിൽ തന്നെ പോട്ടെ, മുകളിലേക്ക് തന്നെ പോട്ടെ. ചാർട്ടിൽ തന്നെ പൈ ചാർട്ടൊക്കെ ഉണ്ട്, താഴേക്ക് വന്നേ. അതിന്റെ ഓക്കെ താഴേക്ക് ഓക്കെ. അങ്ങനെ എടുക്കും ഓരോന്ന്. അത് സെലക്ട് ചെയ്യാം. ക്ലിക്ക് ചെയ്യും. കണ്ടോ? ഇപ്പൊ താഴെ നോക്കുമ്പോൾ നമുക്കറിയാം, ഞാൻ അതിൽ പല അതിന്റെ അതുമ്പോ തന്നെ റൈറ്റ് ക്ലിക്ക് അടിച്ചാൽ ചാർട്ടുമ്പോൾ റൈറ്റ് ക്ലിക്ക് അടിക്കും. ചാർട്ട് താഴെ 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 അതുമ്പോൾ റൈറ്റ് ക്ലിക്ക് അടിച്ച് അതിന്റെ ഫോർമാറ്റ് ഉണ്ടാവും. കണ്ടോ? ഇതല്ല ഫോർമാറ്റ്. ഫോർമാറ്റ് ഡേറ്റ സീരീസ് താഴെ താഴെ ഏറ്റടിയിലുണ്ട്. ഏറ്റടിയിൽ അതിന്റെ ഏറ്റടിയിൽ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് അതിന്റെ പല ഓപ്ഷൻസും ഉണ്ട്. ആംഗിൾ സ്ലൈഡ് ഒക്കെ പറഞ്ഞിട്ട് പല കളറുകൾ കാര്യങ്ങളൊക്കെ മാറ്റാം. ഇനി വീണ്ടും നിങ്ങൾ അടുത്ത ചാർട്ട് എടുത്ത മുകളിൽ പോയിട്ട് ഫണൽ എടുത്തോ, അതെടുത്തോ. ഫണൽ എടുത്തോണെങ്കിൽ കണ്ടോ? ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ അറിയാൻ പറ്റും ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. നമ്മൾ ഇത് വളരെ കുറച്ചും കൂടി ഡെപ്തിൽ നമ്മൾ പവർ ബി ഐയിൽ പഠിക്കും കേട്ടോ. പവർ ബി ഐയിൽ പഠിക്കുന്നത് ചാർട്ടാണ്. പവർ ബി ഐ എന്ന് പറയുന്നത് വിഷ്വലൈസേഷൻ ആണ് ബേസിക്കലി. എക്സലാണ് നമ്മൾ ഡേറ്റകളൊക്കെ സ്റ്റോർ ചെയ്ത് എക്സൽ തന്നിരിക്കുന്ന ഡേറ്റകൾ നമ്മൾ പവർ ബി ഐ വിഷ്വലൈസേഷന് കൊണ്ടുവരുന്നതാണ്. അപ്പൊ ഇവിടെ ഞാൻ ഇതിലും നമുക്ക് കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് അതിൽ കുറെ ഓപ്ഷൻസ് ഇതിൽ കാണിച്ചൊന്നുള്ളൂ. നമുക്ക് ഇതിൽ കുറെ കാര്യങ്ങൾ അവിടെ ചെയ്യാം. കുറെ അല്ല, ഇതിന്റെ അഡ്വാൻസ്ഡ് ആണ് പവർ ബി ഐ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ചാർട്ട് മനസ്സിലായോ എല്ലാവർക്കും? കുറച്ചൊരു ഐഡിയ കിട്ടും. അവിടെ വേറെ ചാർട്ടുകൾ ഉണ്ട് കേട്ടോ. ഇനി തൊട്ട അതിന്റെ അതിർത്തി ലൈൻ ചാർട്ട് എടുത്തോ. നമ്മൾ ക്ലിക്ക് ചെയ്യാം. ലൈൻ ചാർട്ട് ഉണ്ട്, കണ്ടോ? നമുക്കത് അറിയാൻ പറ്റും. ഇനി നിങ്ങൾ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, ബി ബി എന്നുള്ളത് 200 ആക്കി സ്റ്റുഡൻസ് 200 ആക്കാം. ഇനി പുറത്ത് ക്ലിക്ക് ചെയ്യാം. കണ്ടോ? ചാർട്ട് മാറിയണ്ടോ? ഇല്ല, ശ്രദ്ധിച്ചില്ല. മുകളിൽ വേറെ എടുത്ത്, മുകളിൽ തൊട്ട് മുകളിൽ അതിന് അതെടുത്ത് അത് സെലക്ട് ചെയ്യാം. ഇതെന്താണ് ഇങ്ങനെ? വേറെ എടുത്ത് അത് മാറ്റാം, അടുത്തെടുക്കാം. ഇൻസേർട്ട് എടുക്കാം. ഒക്കെ പഠിച്ചു കുറച്ച്. അതിന് ഇപ്പുറത്തെ എടുത്ത് തൊട്ട് അതെടുത്ത് അതിന് ഡേറ്റ സെലക്ട് ചെയ്യണം. അതെടുത്തോ. അതല്ല, അതിന്റെ മുകളിൽ വേറെ എടുത്ത് അതെടുത്ത് നിങ്ങൾക്ക് മനസ്സിലാവില്ല പെട്ടെന്ന്. വേറൊരു കോൺസെപ്റ്റ് ആണ്. അതെടുത്ത് ബേസിക്കലി അതെടുക്കുക. നോർമൽ എടുത്തോ. അത് നിങ്ങൾ ഡേറ്റ സെലക്ട് ചെയ്യാത്തതുകൊണ്ടാണ്. അത് കളയും. അത് ഡിലീറ്റ് ചെയ്തോളി. താഴത്തെ ഡിലീറ്റ് ചെയ്യും. മുകളിലുണ്ട് കട്ട് ചെയ്യും. മുകളിലുണ്ട് കട്ട് ചെയ്യാം. കട്ട് അതും ഡിലീറ്റ് ചെയ്തിട്ട് നിറച്ചെടുത്ത് വെച്ചാൽ കാണാ. അതും കളയും. സെലക്ട് ചെയ്യാം. ഡിലീറ്റ് ചെയ്യും. കുറെ എടുത്തു അല്ലേ? ഡിലീറ്റ് ആവുന്നില്ല. എന്താണ് ഡിലീറ്റ് ആവാത്തത്? ഇനി ഇത് കട്ട് ചെയ്യും. ഞാൻ അടുത്ത് ഇത് സെലക്ട് ചെയ്യും. അല്ല, ഇതൊക്കെ. ഇനി നിങ്ങളിപ്പോൾ 200 ആക്കി. ഇനി ആ സ്റ്റുഡൻറ് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പുതിയത് ഇൻസേർട്ട് ചെയ്യുമ്പോഴാണ് കുഴപ്പം പറയണത്. നിങ്ങൾ ആ ചാർട്ട് തന്നെ സെലക്ട് ചെയ്യുക. ആ ചാർട്ട് സെലക്ട് ചെയ്ത് ഇനി അതും ഡിലീറ്റ് ചെയ്തോളി. ഡിലീറ്റ് ചെയ്യും. കട്ടാവണില്ലേ? റൈറ്റിലേക്ക് കട്ട് ചെയ്യും. ഓക്കെ, ഇനി പുതിയ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇൻസേർട്ടിൽ ക്ലിക്ക് ചെയ്യുക. പുതിയ ചാർട്ട് അവിടെ തന്നെ ഇൻസേർട്ടിൽ പോകും. ഫസ്റ്റ് വൺ സെലക്ട് ചെയ്യുക. ആദ്യത്തെ കണ്ടോ? അപ്പൊ നിങ്ങൾ മാറ്റി കഴിഞ്ഞപ്പോൾ ഇനി നിങ്ങൾ BCA 300 ആക്കിയ സ്റ്റുഡന്റിന് BCA 300 ആക്കാം. ഇനി പുറത്ത് ക്ലിക്ക് ചെയ്യാം. കണ്ട ക്ലിയർ ആയോ? BCAയുടെ കയറിയുണ്ടോ? അത്യാവശ്യം ഒരു ഐഡിയ കിട്ടിയത്. നിങ്ങൾ ചെയ്യണ്ട. ഞാൻ അധികം ഡെപ്തിലേക്ക് പോകത്ത്. പവർ ബി ഐയിൽ നമ്മൾ ഇതാണ് പഠിക്കുന്നതെല്ലാം. പവർ ബി ഐയിൽ ഇതിന്റെ വളരെ ഡെപ്ത് സാധനങ്ങളാണ് പഠിക്കുക. പവർ ബി ഐയിൽ നമ്മൾ 19,000 ഡേറ്റ എടുത്തിട്ടായിരിക്കും പഠിക്കുക. അതിന്റെ ഒറിജിനൽ ഡേറ്റകൾ എടുത്തിട്ട് 50,000 ഡേറ്റ എടുത്തിട്ടാണ് പഠിക്കുക. അപ്പൊ അതിന് മുന്നേ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാനാണ് ഞാനിതൊക്കെ ഉദ്ദേശിക്കുന്നത്. എന്താണ് എക്സൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. എക്സൽ എന്താണ്, ഡേറ്റ എന്താണ്, VLOOKUP
എന്താണ് ഫോർമാറ്റിംഗ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ പരിപാടികൾ ചെയ്യുക, ഓട്ടോ ഫില്ല്, അങ്ങനത്തെ കുറെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ചെയ്യുക. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ടതാണ് പിവറ്റ് ടേബിൾ എന്ന് പറയും. അത് നമുക്ക് ചെയ്യാം. ഉണ്ടോ? അതൊന്ന് പുതിയ ഷീറ്റ് എടുക്കുക എല്ലാവരും. പുതിയ ഷീറ്റ്. ഓക്കെ, പുതിയ ഷീറ്റ് എടുത്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ആ ഷീറ്റ് 3 എടുത്തേ. ആ ഡേറ്റ കോപ്പി മൊത്തം കോഴ്സസ് അത് കോപ്പി ചെയ്യുക. അത് തന്നെ, ഗുഡ്. ഇനി ഷീറ്റ് 4 എടുക്കുക, അവിടെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് കോഴ്സസ് ഉണ്ട്, സ്റ്റുഡൻ്റ് ഉണ്ട്. ആ സ്റ്റുഡൻറ്റിൻ്റെ വോളിയാണ് കോഴ്സസ്, സ്റ്റുഡൻറ്റ്, കോഴ്സസ് ഉണ്ട്. എത്ര കോഴ്സസ് ഉണ്ടെന്ന് അറിയാം. ഓക്കെ, ഇനി കുഴപ്പമില്ല. ഇൻസെർട്ട് എടുത്തേ. ഇൻസെർട്ട് അവിടെ അത് തന്നെ പൈവറ്റ് ടേബിൾ. അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. എല്ലാവരും ശ്രദ്ധിക്കട്ടെ, എന്നാലേ കിട്ടുള്ളൂ. ഫ്രം ടേബിൾ റേഞ്ച് അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. കണ്ട, ഒരു മിനിറ്റ്. നമ്മുടെ ആ ഡേറ്റ മുകളിൽ ഓട്ടോമാറ്റിക്കലി സെലക്റ്റഡ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റിൻ്റെ അവിടെ ന്യൂ വർക്ക്ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അപ്പൊ ന്യൂ വർക്ക്ഷീറ്റിൽ പൈവറ്റ് ടേബിൾ വരും. ഓക്കെ, ഓക്കെ അടിക്കുക. കണ്ട, ഇനി ആ പൈവറ്റ് ടേബിൾ ക്ലിക്ക് ചെയ്യുക. ലെഫ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ അപ്പൊ ഓൾറെഡി ക്ലിക്ക് വന്നിട്ടുണ്ട്. ഇനി എന്തുട്ടാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ കണ്ട കോഴ്സസ് ഉണ്ട്, സ്റ്റുഡൻസും ഉണ്ട്. റൈറ്റ് സൈഡിൽ കണ്ടോ? റൈറ്റ് സൈഡിൽ കോഴ്സസ് ആൻഡ് സ്റ്റുഡൻസ്. അതല്ല, അവിടെ ക്ലിക്ക്, അതിൻ്റെ ഉള്ളിൽ ക്ലിക്ക്. ഇനി റൈറ്റിലേക്ക് മൗസ് പോട്ടെ, മൗസ് റൈറ്റിലേക്ക് പോട്ടെ. കണ്ടോ? റൈറ്റ് വലതുവശത്തേക്ക്. ഞാൻ പറഞ്ഞുതരാം. കോഴ്സസുമേ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തിട്ട് റോസിൽ കൊണ്ടിടാം. കോഴ്സസ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് റോസിൽ കൊണ്ടിടാം. റോസ് അതിൽ ആ റോസിന്റെ ഉള്ളിലിടാം. റോസിന്റെ ഉള്ളിൽ കണ്ടോ? അപ്പോൾ ഇവിടെ കാണാൻ പറ്റും BBA, BBM, BCom, BCA എന്നൊക്കെ കണ്ടോ? ഇനി നിങ്ങൾക്ക് അതിന്റെ വാല്യൂസ് അറിയണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വീണ്ടും കോഴ്സസ് ക്ലിക്ക് ചെയ്തിട്ട് വാല്യൂസിൽ കൊണ്ടിടാം. കുറയുമ്പോൾ ഡേറ്റ എടുത്താൽ അറിയാൻ പറ്റുള്ളൂ. വാല്യൂസിൽ കൊണ്ടിടാം. വാല്യൂസ് അവിടെ തന്നെ ഉണ്ടോ? ആ റൈറ്റ് സൈഡിൽ തന്നെ കാണണല്ലേ വാല്യൂസ്. മറ്റേ സ്ക്രീൻ ഷെയർ ചെയ്യുന്നോണ്ട് സ്റ്റുഡൻസിന്റെ നെയിം ആണ് കുറച്ച് സൈഡിലേക്ക് നീക്കുക. എവിടേക്കെങ്കിലും പയ്യെ മതി. കണ്ടോ? അതായത് BBA 2 കൗണ്ട് ഓഫ് കോഴ്സസ് ആണ്. BBM 1, BCA 2, BCom, BSc, MCA. ആ ഷീറ്റ് എടുത്തേ, തൊട്ട് മുന്നത്തെ ഷീറ്റ് എടുത്തേ, ഷീറ്റ് 3. കണ്ട BB എത്ര പ്രാവശ്യം ഉണ്ട് BB അതില്? കോഴ്സസിന്റെ കൗണ്ട് കണ്ടോ? 2 രണ്ടെണ്ണല്ലേ? 2 അതാണ് ആ കൗണ്ട് കാണിക്കണേ. ഷീറ്റ് എടുത്തേ, ഷീറ്റ് 5 ക്ലിക്ക്. കണ്ടോ? നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസുകൾ എന്തൊക്കെ വേണം എന്നുള്ളത് കംപ്ലീറ്റ് അവിടെ എടുക്കുക. അതുപോലെ ഇനി വീണ്ടും ആ ലെഫ്റ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് അവിടെ ക്ലിക്ക് ചെയ്ത് ഇനി നിങ്ങൾക്ക് ആ റോസും കോളംസും വേണമെങ്കിൽ മാറ്റാം. ഇപ്പൊ കോഴ്സസ് ഉണ്ടല്ലോ, കോഴ്സസ് എന്നുള്ള റൈറ്റ് സൈഡിൽ കോഴ്സസ് എന്നുള്ളത് എടുത്ത് റൈറ്റ് എടാ റൈറ്റിലേക്ക് വേണം മൗസ്. ഇനി താഴെ കോഴ്സസ് എന്നുള്ളത് റോസിന്റെ താഴെ കോഴ്സസ് ഉണ്ടല്ലോ, അത് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് കോളത്തിൽ കൊണ്ടിട്ട് അവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കോളത്തിലിടാം. അപ്പൊ മുകളിൽ മാറണം. കണ്ടോ? ഇവിടെ സ്ക്രീനിൽ മാറിയുണ്ടോ? മനസ്സിലായോ? ഇല്ല. ആർക്കൊക്കെ പഠിത്തം കിട്ടി? ഞാനൊന്ന് കുറച്ചും കൂടി വലുത് കാണിച്ചു തരാം. വലുത് കാണിക്കുമ്പോൾ വളരെ തീരെ ചെറുതായി പോയി. ഒന്നും കൂടി ഷീറ്റ് 4 എടുത്തേ, ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. ഷീറ്റ് 4 എടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെ ഇടാം. അതായത് കോഴ്സസിന്റെ സ്ഥാനത്ത് സ്റ്റുഡന്റ് ID ഇടാം. കോഴ്സസിന്റെ സ്ഥാനത്ത് സ്റ്റുഡന്റ് ID നല്ല സ്റ്റുഡന്റ് ഇട്ടോളൂ. സ്റ്റുഡന്റ് അവിടെ കോഴ്സസ് മാറ്റാം. ഡബിൾ ക്ലിക്ക് ചെയ്യുക, സ്റ്റുഡന്റ് ഇടാം.
ഓക്കെ. ഇനി നിങ്ങൾ അവിടെ കുറച്ച് പേരുകൾ, ഇഷ്ടമുള്ള ഒരു പേരുകൾ ടൈപ്പ് ചെയ്യുക. വെറുതെ എന്തെങ്കിലും വെറുതെ ABC താഴെ താഴെ അങ്ങനെ ടൈപ്പ് ചെയ്യുക. അതല്ല, എന്തെങ്കിലും ഒരു കൊടുക്കുക. അങ്ങനെയല്ലേ, മുകളിൽ AB പേരാണ് സർ എന്തെങ്കിലും. AB എന്ന് ടൈപ്പ് ചെയ്യുക. ഇഷ്ടമുള്ള ടൈപ്പ് ചെയ്തോളൂ. താഴെ BC AB അങ്ങനെ ടൈപ്പ് അത് തന്നെ. അന്ന് കൊടുക്കും. ഇഷ്ടമുള്ള കൊടുക്കും. പേര് കൊടുക്കും, പെട്ടെന്ന് കൊടുക്കുക. ഇതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചാർട്ട് പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതാണ് പൈവറ്റ് ടേബിളിന്റെ പ്രത്യേകത. കുറച്ചുകൂടി താഴേക്ക് പോട്ടെ. അതുകൊണ്ട് പറഞ്ഞ വെറുതെ ABCC അങ്ങനെ ടൈപ്പ് ചെയ്താൽ മതി. അപ്പൊ പിന്നെ പെട്ടെന്ന് തീർന്നോളും. താഴേക്ക് പോട്ടെ. DD അങ്ങനെ കൊടുക്കാം. താഴെ E അങ്ങനെ കൊടുക്കുക. KK അതുപോലെ കൊടുക്കുക. അതന്നെ. മതി. ഇനി സ്റ്റുഡന്റിന്റെ അവിടെ മാറ്റിയിട്ട് കോഴ്സസ് നോക്കാം. കോഴ്സസ് ഇനി അവിടെ BBA BCA എന്നൊക്കെ മാറി കൊടുത്തു. ആ കോഴ്സിന് അത് അങ്ങോട്ട് മാറി കൊടുക്കുക. BCom BBA BCA BCom മാറി കൊടുത്തോളൂ. MCA വീണ്ടും BCom ഇഷ്ടമുള്ളത് BBM അതന്നെ അങ്ങനെ കൊടുക്കാം. ഓക്കെ. ഇനി ലൊക്കേഷൻ കൊടുക്കുക. ലൊക്കേഷൻ എന്നിട്ട് വെറുതെ കൊടുത്തോളൂ. ഓരോ ഡിസ്ട്രിക്റ്റ് കൊടുക്കുക. കാലിക്കറ്റ്, കൊച്ചി, ട്രിവാൻഡ്രം, കണ്ണൂർ അങ്ങനെ കൊടുക്കുക. എന്നിട്ട് ആ 4 മുകളിൽ നിന്ന് കോപ്പി ചെയ്ത് താഴെ പേസ്റ്റ് ചെയ്താലും മതി. അങ്ങനെയല്ല, കോപ്പി സെലക്ട് ചെയ്യുക. അതന്നെ കോപ്പി ചെയ്യുക. എന്നിട്ട് തൊട്ട് താഴെ ക്ലിക്ക് ചെയ്യുക. അവിടെ പേസ്റ്റ് ചെയ്യുക. കോപ്പി കറക്റ്റ് ആയില്ല. Ctrl+C അവിടെ താഴെ ക്ലിക്ക് ചെയ്യുക. Ctrl+V വീണ്ടും Ctrl+V. ഇനി മൊത്തത്തിൽ മുകളിൽ സെലക്ട് അത് മതി. അങ്ങനെ ചെയ്തു. ഒക്കെ പഠിച്ചോളൂ നിങ്ങൾ കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ സ്റ്റുഡന്റ് കോഴ്സസ് ലൊക്കേഷൻ ആണ്. ഇതിന്റെ പൈവറ്റ് ടേബിൾ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. ഇനി നിങ്ങൾ ഇൻസെർട്ട് ക്ലിക്ക് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞത് ചെയ്യാം. ടേബിൾ റേഞ്ച് കണ്ട. ടേബിൾ റേഞ്ച് മൊത്തത്തിൽ അത് കറക്റ്റ് ആയിട്ടുണ്ട്. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായില്ല? ടേബിൾ റേഞ്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇനി ന്യൂ വർക്ക് ഷീറ്റ് കൊടുക്കുക. ഓക്കെ അടിക്കുക. കണ്ട. അപ്പൊ റൈറ്റ് സൈഡിൽ അതിന്റെ എല്ലാ എലമെന്റ്സും വന്നിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഇത് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പൊ നമുക്ക് സ്റ്റുഡന്റിന്റെ കൗണ്ട് അറിയണം. അപ്പൊ എന്ത് ചെയ്യണം? സ്റ്റുഡന്റിനെ റോയിലിടുക. റോയിലേക്ക് കൊണ്ടുവരിക. ഇനി അതിന്റെ വാല്യൂസ് ആണ്. എല്ലാ സ്റ്റുഡന്റ് ഒരു മിനിറ്റ്. അപ്പൊ സ്ക്രീനിൽ കണ്ട എല്ലാ സ്റ്റുഡന്റിന്റെ പേര് വന്നു. ഇനി അതിന്റെ വാല്യൂസ് അറിയണം. കൗണ്ട് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും സ്റ്റുഡന്റ് എടുത്തിട്ട് വാല്യൂസ് കൊണ്ടിടുക. അതായത് വാല്യൂസിൽ ഇട്ടാലാണ് കൗണ്ടുകൾ കിട്ടൂ. കണ്ട. അതായത് കൗണ്ട് ഓഫ് സ്റ്റുഡന്റ് അഭിലാഷ് 2 ഉണ്ട്. ബാക്കിയൊക്കെ ഓരോരുത്തരാണ്. ടോട്ടൽ 20 കിട്ടി. എന്താ പറഞ്ഞേ? ശരി. ഇനി വീണ്ടും കോഴ്സസ് സെലക്ട് ചെയ്തിട്ട്
കോളത്തിൽ കൊണ്ടിടുക, കോളത്തില് മതി. കണ്ടോ? അപ്പൊ നമുക്കറിയാൻ പറ്റും ബി സി എക്ക് എത്ര പേരാ, ബി സി എക്ക് എത്ര ഉണ്ട്? അഭിലാഷ് രണ്ടിതുണ്ട്, അനസ് ഉണ്ട്. അനസ് ഏത് ബി ബി എക്കാണ്. അതുപോലെ ഓരോരുത്തർ ഏത് കോഴ്സിനാണെന്ന് അറിയാൻ പറ്റും. ഓരോരുത്തർ ഏത് കോഴ്സിനാണ് ജോയിൻ ചെയ്തിരിക്കുന്നതെന്ന് അറിയാൻ പറ്റും. ഓക്കെ, ഇനി ലൊക്കേഷൻ ഉണ്ട്. ലൊക്കേഷൻ കൊണ്ടേ റോസ് കൊണ്ടിട്ടെ. കണ്ടോ? അഭിലാഷ് കൊച്ചി. ക്ലിയർ? ഇനി നമുക്ക് വേണമെങ്കിൽ കൊച്ചിയിൽ നിന്ന് എത്ര പേരുണ്ടെന്ന് അറിയാൻ പറ്റും. അപ്പൊ കൊച്ചിയിൽ നിന്ന് എത്ര പേരുണ്ടെന്ന് അറിയണമെങ്കിൽ ആ സ്റ്റുഡന്റിന്റെ താഴേക്ക് സ്റ്റുഡന്റ് വലിച്ച് താഴേക്ക് ഇടാം. റോസില് അത് തന്നെ. കണ്ടോ? ഇപ്പൊ എങ്ങനെയുണ്ട് ഇവിടെ? നോക്കി ടേബിൾ നോക്കിയേ. ഇപ്പൊ കുറച്ചും കൂടി മീനിങ് ആയോ? കാലിക്കട്ടിൽ എത്ര പേര്? ക്ലിയർ ആയോ? ഇല്ല. ആർക്കൊക്കെ മനസ്സിലായത്? മനസ്സിലായി. മനസ്സിലായി സർ. പെട്ടെന്നോ കൺഫ്യൂഷൻ ആയോ? സുൽഫി കിട്ടണ്ടോ? സർ ക്ലിയർ ആണ്. എല്ലാവർക്കും മനസ്സിലായത് വളരെ പ്രധാനപ്പെട്ടത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിന്റെ ഇൻഫോർമേഷൻസ് എടുക്കാം. അതാണ് ഇവിടെ കാണിക്കുന്നത്. ക്ലിയർ ആയി? ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ നോക്കുമ്പോൾ ഇനി വേണമെങ്കിൽ ആ സ്റ്റുഡന്റിനെ വേണമെങ്കിൽ എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് ആ റോസിന്റെ താഴേന്ന് മുകളിലേക്ക് ഏറ്റവും മുകളിലേക്ക് കൊണ്ട് അവിടെ കൊണ്ടിടാം. അവിടെ ഇട്ട് കണ്ട. ഇപ്പൊ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും കാലിക്കറ്റ്. കണ്ട, അതാണ് ലൊക്കേഷൻ. അതേപോലെ മുകളിൽ ഇനി കോഴ്സസ് വേണമെങ്കിൽ എടുത്ത് മാറ്റി കളഞ്ഞു. കോഴ്സസ് എടുത്ത് മാറ്റി കണ്ട. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും കാലിക്കറ്റിൽ എത്ര പിള്ളേരുണ്ട്, ഇടുക്കിയിൽ എത്ര പേരുണ്ട്, കണ്ണൂർ എത്ര പേരുണ്ട്, കൊച്ചിയിൽ എത്ര പേരുണ്ട്. ഞാൻ തൊട്ട് ആ ഷീറ്റ് 5 എടുത്തേ, ആ വർക്ക് ഷീറ്റിലെ ഷീറ്റ് 5 എടുത്തേ. ഇത് അല്ല, ഷീറ്റ് 4 എടുത്തേ. സോറി, ഷീറ്റ് 4ലാണ് ഇൻഫോർമേഷൻ കിടക്കുന്നത്. കണ്ട, ഇതിൽ ഈ ഇൻഫോർമേഷൻ ആണ് നമുക്ക് കിട്ടിയത്. ഇതിൽ കിട്ടിക്കഴിഞ്ഞ് ഇത് നോക്കി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവണില്ല. എന്തെങ്കിലും മനസ്സിലാവണ്ടോ? കുറെ കോഴ്സസ് ഉണ്ട്. അപ്പൊ കുറച്ചും കൂടി ഒരു മീനിങ് ഫുൾ ഇൻഫോർമേഷൻ നമുക്ക് ആക്കാൻ വേണം. നമ്മൾ പൈവറ്റ് ടേബിൾ ആക്കി കഴിഞ്ഞാൽ നമുക്കതായ രീതിയിലേക്ക് അതിനെ ആക്കി എടുക്കാം. ആർക്കെങ്കിലും പിടുത്തം കിട്ടിയോ? സർ എന്താണ് വി ലുക്കപ്പ്? ക്ലിയർ ആയോ? ഇല്ല. വി ലുക്കപ്പ് ക്ലിയർ ആയോ? യെസ് സർ ക്ലിയർ ചാർട്ട് ക്ലിയർ ആയോ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് വളരെ ഡെപ്തിൽ ഇപ്പൊ ഒന്ന് ചെയ്യാം. എല്ലാവരും കേട്ടോ. നിങ്ങളുടേതായ രീതിയിൽ എല്ലാ ഇൻഫോർമേഷനും ഒന്നോ രണ്ടോ ഇൻഫോർമേഷൻ ആയിട്ട് ചെയ്യരുത്. മിനിമം ഒരു 25 ഇൻഫോർമേഷൻ എങ്കിലും ചെയ്യണം. എല്ലാവരുടെയും എനിക്ക് ടേബിൾ കാണണം. അതുകൊണ്ട് 1 2 ഇട്ടിട്ട് നിങ്ങൾക്ക് ചെയ്യരുത്. ചാർട്ട് ആയാലും ശരി, വി ലുക്കപ്പ് ആയാലും ശരി, ഇതായാലും ശരി, മിനിമം 25 ഡേറ്റ ഇട്ടിട്ട് വേണം ചെയ്യാൻ. അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഒന്നും കൂടി വളരെ ഡെപ്തിൽ മനസ്സിലാവും. ക്ലിയർ? എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നതോറും നിങ്ങൾ എക്സ്പെർട്ട് ആവും. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കുറച്ചാഴ്ച ഒരു ഐഡിയ വന്നിട്ടുണ്ടാവാം. ഞാൻ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എക്സലിനെ കുറിച്ച്. അത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി പ്രാക്ടീസ് ചെയ്തതിന്റെ ആണ് നിങ്ങൾക്ക് കിട്ടിയത്. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അത് കഴിയുമ്പോൾ നമുക്ക് നാളെ ഞാൻ എടുക്കുന്നത് ഫോർമുലകളാണ്. ഫോർമുലകളെ കുറിച്ചാണ്. ഫോർമുലയും വേറെ കുറച്ചും കൂടി ഒരു അഡ്വാൻസ് കാര്യങ്ങളും ഫോർമുലകളെ കുറിച്ചിട്ടാണ്. ഫോർമുലയും ഭയങ്കര രസമാണ്. ഇതിനേക്കാളും കുറച്ചാണ് ഫോർമുല, ഡേറ്റ് ഫോർമാറ്റ്, വേറൊരു ലെവലാണ് സാധനം ചെയ്യുക. അപ്പൊ ഇതൊന്ന് എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. സ്ക്രീൻ ഷെയർ നിർത്തട്ടെ. ആ